നമ്മുടെ മലയാള സിനിമയിൽ സ്വന്തം കഴിവ് കൊണ്ട് കയറി വന്ന ഒരു നടനാണ് ആന്റണി വർഗീസ് എന്ന് പറയുന്ന പെപ്പെ എന്ന് പറയുന്ന ആള്. സ്വന്തം കഴിവ് കൊണ്ട് ഇടിച്ചു കയറി വന്ന് മലയാള യുവനടന്മാരുടെ ഇടയിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാനം ഇടിച്ചു നേടിയ ഒരു വ്യക്തി കൂടിയാണ് ആന്റണി പെപ്പെ. ഇന്നൊരു ആന്റണി വർഗീസിന്റെ സിനിമ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ആക്ഷൻ ചിത്രമായിരിക്കും, അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ ഇടിപ്പടം തന്നെയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നതും സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതും. അതേപോലെ ഈ ഓണ സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ. അജിത് മാമ്പിളിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ വർഷം കഴിഞ്ഞിട്ട് പോസ്റ്റർ റിവ്യൂസ് ആണ് വരുന്നതെങ്കിൽ RDX എന്ന സിനിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു ആക്ഷൻ ചിത്രമായിട്ട് ഈ സിനിമ മാറും. കാരണം മറ്റൊന്നുമല്ല, ഈ സിനിമ കാണാൻ വേണ്ടി അത്രയ്ക്കും ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു ആക്ഷൻ സിനിമ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ വിഭാഗം ആളുകൾ മാത്രമാണ് തിയേറ്ററിലേക്ക് പോയിട്ട് കാണാറുള്ളത്. പ്രത്യേകിച്ചിട്ട് പുരുഷന്മാരാണ് ആക്ഷൻ സിനിമകൾ കാണാറുള്ളത്. അതിലും ഒരു ചെറിയ വിഭാഗമാണ് തിയേറ്ററിലേക്ക് പോകാറുള്ളത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇന്ന് ഒരു ആക്ഷൻ സിനിമയ്ക്ക് പോസ്റ്റർ റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണും. അതിന് പ്രധാന കാരണം പണ്ടത്തെ പോലെയല്ല, ഇന്നത്തെ തിയേറ്ററുകളിലൊക്കെ വേറെ ലെവൽ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്, സൗണ്ട് എഫക്റ്റ് ഒക്കെ വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ ആക്ഷൻ സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ ആക്ഷൻ സിനിമകളൊക്കെ വലിയ വലിയ രീതിയിൽ കളക്ഷൻ നേടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ പ്രതീക്ഷിച്ച പോലെ ഒരു ആക്ഷൻ സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ കളക്ഷൻ നേടും. പോരാത്തതിന് ഈ സിനിമ കാണാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം ഈ സിനിമയുടേതായിട്ട് ഇറങ്ങിയ ട്രെയിലറാണ്. ഇടിയുടെ പൊടി പൂരമായിരുന്നു ആ ഒരു ട്രെയിലറിൽ. പോരാത്തതിന് ട്രെയിലറിന്റെ ഇടയിൽ ഷാർക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനും കൂടി കാണിച്ചപ്പോൾ ആളുകൾ എല്ലാവരും ഉറപ്പിച്ചു ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണം, ഈ സീനൊക്കെ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് സിനിമകൾ വേറെ ഉണ്ട്, എന്നിട്ട് അതിനൊന്നും പോവാതെ നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് പോകുന്നത് കാരണം ആന്റണി പെപ്പയുടെ ഇടിപ്പടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു രസമാണ്. അതെന്തായാലും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും സിനിമ കാണാൻ പോകുന്നുണ്ട്. അതിരാവിലെയുള്ള ഷോക്കാണ് പോകുന്നത്. കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായത്തിലൂടെ വീഡിയോസ് രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടതിന് ശേഷം സിനിമ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.